അങ്ങനെ അനന്തൻ്റെ 3 ചുറ്റുകൾ, ആ 3 ചുറ്റുകൾക്ക് മുകളിൽ ഭഗവാൻ പള്ളി കൊള്ളുമ്പോൾ അനന്തൻ്റെ ശിരസ്സാകട്ടെ 5 തലകളോട് കൂടിയാണ് ഉള്ളത്. ഈ 5 ശിരസ്സുകളും പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ്. അപ്പോൾ ഭഗവാന്റെ പത്മനാഭൻ്റെ ആ ഒരു പള്ളിക്കൊള്ളലിനെ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 ചുറ്റുകളെയും അതുപോലെ തന്നെ 5 ഫണങ്ങളെയുമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉണരണം. കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, പറയുന്നതെല്ലാം, അറിയുന്നതെല്ലാം ഈശ്വരനാകണം, പത്മനാഭനാകണം. അതാണ് ആ ഒരൊറ്റ ചിത്രം കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അനന്തനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട തത്വം. ഇനി മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്ത പത്മനാഭ ഭാവത്തിനുള്ള ഒരു പ്രത്യേകതയാണ്. ഭഗവാൻ മലർന്നാണ് കിടക്കുന്നത്. എന്നാൽ ഭഗവാന്റെ വലത് കൈയാകട്ടെ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ശിവലിംഗത്തിലാണ്. ഈ ശിവലിംഗ ഭാവം ഇതിങ്ങനെ തന്നെയാണ് വിഗ്രഹം. നമുക്ക് ചിത്രത്തിൽ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വിഗ്രഹ രൂപത്തിലും കാണാനാകുന്നത്. ഒരു ചെറിയ പീഠവും അതിലൊരു ശിവലിംഗവും. ആ സുവർണ ശിവലിംഗത്തിനെ ഭഗവാൻ